ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പാരീസിൻ്റെ ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താ ഇവിടെ എൻ്റെ വീട്ടിലിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാരീസിലെ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്, എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾക്ക് കറക്റ്റ് ഐഫിൾ ടവർ കാണാൻ പറ്റുന്നത്, ഈ വക കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അടുത്ത സെക്ഷനിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ള് കാണുക, എന്നെ ഇവിടെ കണ്ടുകൊണ്ട് ആരും പോകണ്ട. അപ്പം ഞങ്ങൾ പാരീസിൻ്റെ ട്രിപ്പ് മെയിൻലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വിശാഖിനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ മെയിൻലി പോയത്. അപ്പോൾ നമുക്ക് അധികം ദിവസമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മാത്രമാണ് നമുക്ക് പാരീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മതി. എന്നാലും നമുക്ക് ആ ഒരു നല്ല നല്ല പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നടന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒളിമ്പിക്സിൻ്റെ സമയത്താണ് ഞങ്ങൾ പോയത്. നമ്മുടെ പാര ഒളിമ്പിക്സ് നടക്കുന്ന സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രീറ്റിലും പിന്നെ ഐഫിൾ ടവറിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. സോ ഒരു നല്ല പിക്ചർ എടുക്കാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നല്ല പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മാക്സിമം കുറേ ലൊക്കേഷൻസ് ഒക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ പറഞ്ഞു വന്നത്, എനിക്കതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഒരു ഇൻട്രോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളൊരു നേരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു പാരീസ് ഹോളിഡേ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് വിശാഖിനോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഒന്നുകൂടെ പോകണം പാരീസിൽ, ഒന്ന് സമാധാനമായിട്ടൊന്ന് കാണാൻ ഒന്നുകൂടെ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഒരു ഇൻട്രോ ഇപ്പം ഇവിടെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഐഫിൾ ടവറിനകത്ത് ഞങ്ങൾക്ക് കയറാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ക്യൂ ആയിരുന്നു. നമുക്ക് ആ പാരീസിൻ്റെ ആ ഒരു ജില്ല ഫുള്ളും അങ്ങ് നിറച്ചിങ്ങനെ ക്യൂ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് ഐഫിൾ ടവറിനകത്ത് കയറാൻ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ടൈം പറ്റിയില്ല. സോ അതിനുവേണ്ടി ഞങ്ങൾ ഉറപ്പായിട്ടും പാരീസിലും ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവം സഹായിച്ചാൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിൽ ഐഫിൾ ടവറിൻ്റെ പിക്ചേഴ്സ് എവിടെ നിന്നൊക്കെ എടുക്കണം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ഐഫിൾ ടവറിൽ കയറാൻ പറ്റില്ല, അതെനിക്കൊരു വിഷമം തന്നെയാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം പോകാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇതിൽ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻസ് ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് ഫോട്ടോ എടുക്കേണ്ടതെന്നൊക്കെയുള്ള എക്സാക്ട് ലൊക്കേഷൻസ് ഒക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്ത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ചില ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലെ നമുക്ക് കൃത്യമായിട്ട് ഐഫിൾ ടവർ വ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ പോകുന്ന സീസൺ അനുസരിച്ചിരിക്കും. കാരണം ഇപ്പം വിൻ്റർ സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങളിലെ ഇലകളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. അപ്പം ഐഫിൾ ടവർ എവിടെ നിന്നാലും നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഓട്ടം അല്ലെങ്കിൽ ഒരു വിൻ്റർ അല്ലാത്ത സമയത്താണ്, സമ്മർ സമയത്ത് അല്ലെങ്കിൽ ഓട്ടം സമയത്തൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ മരങ്ങളിലൊക്കെ തിരിച്ച് ഇലകൾ വന്നിട്ട് ഫുള്ളും ഐഫിൾ ടവർ മൂടിയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് കുറേ കഫേസൊക്കെ ഞങ്ങൾ പോയി നോക്കിയായിരുന്നു. അവിടെ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയിൽ കാണുമ്പോൾ ഐഫിൾ ടവറിൻ്റെ നല്ല വ്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പം ഐഫിൾ ടവർ ആ ഒരു ഏരിയയിലേ ഉള്ളതായിട്ട് തോന്നത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ നമ്മൾ ചിലപ്പം ഈ റീൽസിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന പോലെ റീൽസിലും കാര്യങ്ങളിലൊക്കെ അവർ പിക്ചർ എടുക്കുന്നത് ചിലപ്പം വിൻ്റർ സമയത്തായിരിക്കും. അതുകൊണ്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വ്യൂ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റേഷനോട് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു വിഷമമൊക്കെ വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് ഇനിയും പറഞ്ഞ് ഞാൻ താമസിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഐഫിൾ ടവറിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസിലേക്ക് പോവാം. നമ്മുടെ ഐഫിൾ ടവർ വ്യൂ ചെയ്യാനുള്ള ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന നമ്മുടെ പോണ്ട് ഡി ലെന, അതായത് ലെന ബ്രിഡ്ജിൻ്റെ അവിടെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഐഫിൾ ടവറിൻ്റെ ആ ഒരു തലയെടുപ്പോട് കൂടിയുള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം അവിടെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഭയങ്കര പോപ്പുലർ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ വന്നാലും നല്ല പിക്ചേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ ഏർലി മോർണിംഗ് വന്നിട്ട് കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത സെക്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ സമയത്തെയും ഏർലി മോർണിംഗിലത്തെയും ഡിഫറൻസ്.
പോണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ പോണ്ട് ഡി ലെനയിൽ നിന്നിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിക്ചറല്ല, വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പം അടുത്ത നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഹക്കീം എന്നാണ്. എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇതൊരു ഫ്രഞ്ച് വേർഡാണ് കേട്ടോ. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അതിൻ്റെ സ്പെല്ലിങ്. ഇതും ഒരു ബ്രിഡ്ജ് തന്നെയാണ്. ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും അവരും ഒക്കെ വന്നിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഓവർ ക്രൗഡഡ് ഒന്നുമല്ല. എപ്പോൾ പോയാലും നമുക്ക് അത്യാവശ്യം, കാരണം ഇതൊരു ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ആ ബ്രിഡ്ജിൽ എവിടെ നിന്നാലും ഐഫിൽ ടവർ കാണാനായിട്ടും പറ്റും. അതുകൊണ്ടിട്ട് നമുക്കങ്ങനെ ഭയങ്കര ക്രൗഡഡ് പ്ലേസ് ഒന്നുമല്ല. ഒരു കിടിലൻ പ്ലേസ് ആണ്. നമുക്ക് എസ്പെഷ്യലി നമുക്ക് ട്രാൻസിഷൻ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ വീഡിയോ ട്രാൻസിഷൻ, ഡേ ആൻഡ് നൈറ്റ് ട്രാൻസിഷൻ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബി ഹക്കീം ബ്രിഡ്ജിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതൊരു 10 to 13 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ കേട്ടോ നമ്മുടെ പോണ്ട് ഡി ലെനയിൽ നിന്ന്. അവിടെ നിന്ന് കാണാൻ പറ്റും ഈ ഒരു ബ്രിഡ്ജ്. അപ്പം അവിടെ നിന്നൊരു 13 മിനിറ്റ്സ് വാക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ബി ഹക്കീമിലേക്ക് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ. അവിടെ നിന്നിട്ടുള്ള ഒരു 1-2 വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്ത നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ പോണ്ട് ലെന ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. അവിടുന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ട് ഡെബില്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല കിടിലൻ നമ്മുടെ ആ ഒരു സീൻ റിവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഐഫിൽ ടവർ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള നല്ല കിടിലൻ പിക്ചേഴ്സ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതും ഒരു കിടിലൻ സ്പോട്ടാണ് ഫോർ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫിൽ ടവറിൻ്റെ ഒരു വ്യൂ. നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം നല്ലൊരു ആ ഒളിമ്പിക്സിൻ്റെ ചിഹ്നമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബോട്ട് സർവീസൊക്കെ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അടുത്ത 2 ലൊക്കേഷൻസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. അവിടുന്ന് ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എടുത്തതൊക്കെ ഷോർട്ട് വീഡിയോസും ആയിരുന്നു. അപ്പം ഞാൻ ഫോട്ടോസ് ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പം അടുത്ത 2 ലൊക്കേഷൻസ് ആണ് അവന്യൂ ഡി കാമിയോൺസും അതുപോലെ തന്നെ റൂ ഡി ലാ യൂണിവേഴ്സിറ്റി. ഇതൊക്കെ എനിക്ക് ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയില്ല, കാരണം എല്ലാം ഫ്രഞ്ച് വേർഡാണ്. സോ ഞാനിവിടെ എഴുതി കാണിക്കാം. സോ അവന്യൂ ഡി കാമിയോൺസ് ആണ് ഇത്. ഇവിടെ നിന്ന് എടുത്ത പിക്ചേഴ്സാണ് ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ ഞാൻ അവന്യൂ ഡി കാമിയോൺസിൽ നിന്ന് എടുത്ത പിക്ചേഴ്സാണ്. അതുപോലെ തന്നെ റൂ ഡി ലാ യൂണിവേഴ്സിറ്റി, ഇതൊരു യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് ആണ്. അപ്പം അവിടെ നിന്ന് എടുത്ത പിക്ചേഴ്സാണ് ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ അവിടെ നിന്ന് എടുത്ത പിക്ചേഴ്സാണ്. അപ്പം ഇതും 2 ലൊക്കേഷൻസ് ആണ്. എല്ലാം നമ്മുടെ പോണ്ട് ലെന ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ട ആദ്യത്തെ നമ്മുടെ ലൊക്കേഷൻ, അവിടെ നിന്ന് കുറച്ച് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ജസ്റ്റ് ലൊക്കേഷൻ ഇടുക, പോവുക, അത്രേ ഉള്ളൂ. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത് തന്നെയാണ്, വേഗം പോയി പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ പോണ്ട് ഡി ലെനയുടെയും നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ്റെയും അതുപോലെ തന്നെ ബിൽ ഹക്കീം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 2 ലൊക്കേഷൻ്റെയും ഇടയിൽ ഒരു ചെറിയൊരു ആ ഒരു വേ ഉണ്ട്, ആ ഒരു പാത്ത് വേ ഉണ്ട്. അത് നമ്മുടെ പോണ്ട് ലെനയുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുക്കലായിട്ടാണ് വരുന്നത്. അത് നമുക്ക് അവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും. അവിടെ നിന്നിട്ട് നമുക്ക് കുറേ പിക്ചേഴ്സൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചു തരാം. അതൊരു എക്സാക്ട് ലൊക്കേഷൻ ഒന്നുമല്ല, ഈ 2 ബ്രിഡ്ജസിൻ്റെയും ഇടയിലായിട്ടുള്ള വാക്ക് വേയിൽ നിന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. നമ്മുടെ ഐഫിൽ ടവറിൻ്റെ വ്യൂ ആണ് ഇവിടെ എന്നാ കിട്ടുന്നത്. ആ ഫോട്ടോസാണ് ഇപ്പം ഈ കാണുന്നതൊക്കെ. ഇത്രയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെങ്കിലും ഒരു ചെറിയ ഡിസപ്പോയിൻമെന്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൊക്കാഡറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അതായത് അവിടെയാണ് നമ്മുടെ ഐഫിൽ ടവർ പെർഫെക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ. അതിൻ്റെ അടുക്ക് തന്നെ കുറേ ചെറിയ ബ്രിഡ്ജും ചെറിയ വാക്ക് വേസും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കുറേ നമ്മുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഐഫിൽ ടവറിൻ്റെ എടുക്കാൻ പറ്റും. ലൊക്കേഷൻ ശ്രദ്ധിച്ച് കേട്ടോളൂ, ട്രൊക്കാഡറോ. അപ്പം ഇവിടെ ഞങ്ങൾ ഒളിമ്പിക്സിന് സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. നമുക്കത് അടുത്തേക്ക് പോകാനായിട്ട് പറ്റത്തേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറേ അധികം മ്യൂസിയംസും കുറേ ബ്രിഡ്ജസും ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അത് കാരണം നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അതിൻ്റെ പിക്ചർ 1-2 ഞാൻ ഇവിടെ കാണിച്ചു തരാം. പക്ഷേ ഇതായിരുന്നു അവസ്ഥ. അവിടെ ഫുള്ളും നമ്മുടെ ഗേറ്റ് സെക്യൂരിറ്റി ആയിരുന്നു. അപ്പോൾ അത് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷേ
ഒളിമ്പിക്സിൻ്റെ അല്ലാത്ത സമയത്ത് നമുക്ക് എപ്പോൾ വേണേലും അവിടെ പോയി നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ അടുക്കലും കുറേ ലൊക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് തന്നെ ചൂസ് ചെയ്ത് നമുക്ക് പോയി കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മെയിൻ ലൊക്കേഷനാണ് ഈ ട്രൊക്കേഡറോ. കുറച്ച് മിസ്സായതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം വേറെ കുറേ ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് കൊണ്ട് ഓക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു ലൊക്കേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോളുക. അടുത്ത ഒരു മെയിൻ ആഗ്രഹമായിരുന്നു നമ്മുടെ മെട്രോ ലൈൻ 6 കയറിയിട്ട് ഐഫിൽ ടവറിനെയും സീൻ റിവറിനെയും എല്ലാം കൂടി നമുക്ക് ട്രെയിനിലിരുന്ന് കാണണം എന്നുള്ളത്. അപ്പം അതും കണ്ടു. നമ്മൾ മെട്രോ ലൈൻ 6 പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു വ്യൂവിൽ ഐഫിൽ ടവർ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പറഞ്ഞതൊക്കെയായിരുന്നു ഐഫിൽ ടവർ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്ലേസസ് കേട്ടോ. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ പാരീസ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിലേത് ലൊക്കേഷനായിരിക്കും ചൂസ് ചെയ്യാമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഐഫിൽ ടവർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാരീസിൻ്റെ ഒത്ത നടുക്കായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഐഫിൽ ടവർ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലൊക്കേഷൻസ് ഒക്കെ അറിയാവുന്നുള്ളത് എന്നെയും കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐഫിൽ ടവറൊക്കെ കണ്ടിട്ട് നമ്മുടെ ലൂവ്രി മ്യൂസിയത്തിലോട്ട് ഐഫിൽ ടവറിൽ നിന്ന് ലൂവ്രി മ്യൂസിയത്തിലോട്ട് നടക്കാമെന്നൊരു ചെറിയൊരു അഡ്വഞ്ചറസ് പ്ലാൻ ഇട്ടു കേട്ടോ. കാരണം കുറച്ച് ദൂരമുണ്ട്. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ടൗണൊക്കെ ഫുള്ളും നടന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നടന്ന് നമ്മൾ ലൂവ്രി മ്യൂസിയത്തിൽ പോയി. പോകുന്ന വഴിയായിരുന്നു നമ്മുടെ പാരാ ഒളിമ്പിക്സ് നടക്കുന്ന അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒക്കെ സ്ഥലങ്ങൾ. ഇതൊക്കെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ വിശാഖിന് കുറച്ച് പേരുടെയൊക്കെ പേരറിയായിരുന്നു, ഓസ്ട്രേലിയൻ ടീമിൻ്റെയൊക്കെ. അപ്പം അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് ചുമ്മാ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചു കേട്ടോ. അത് കുറച്ച് നേരം കണ്ടു അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂവ്രി മ്യൂസിയത്തിൽ പോയി. അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സും പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റാ.